സോളാർ കമ്മീഷനും മുഖ്യമന്ത്രിയുടെ അഭിഭാഷകനും തമ്മിൽ രൂക്ഷമായ വാക്കേറ്റം. സരിതയ്ക്ക് എന്തും പറയാനുള്ള അനുവാദം കമ്മീഷൻ നൽകുന്നതായി അഡ്വക്കേറ്റ് ശ്രീകുമാർ ആരോപിച്ചു. ഇത്തരത്തിലാണെങ്കിൽ ക്രോസിംഗ് ഉപേക്ഷിക്കണമെന്നും മുഖ്യമന്ത്രിയുടെ അഭിഭാഷകൻ ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രിയുടെ അഭിഭാഷകന്റെ ക്രോസ് വിസ്താരത്തിനിടെ സരിതയുടെ ക്രിമിനൽ പശ്ചാത്തലത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയർന്നതോടെയാണ് കമ്മീഷൻ ഇടപെട്ടത്. സിവിൽ നടപടി പ്രകാരമുള്ള കമ്മീഷനിൽ ക്രിമിനൽ കേസുമായി ബന്ധമുള്ള കാര്യങ്ങൾ ചോദിക്കാനാവില്ലെന്ന് ജസ്റ്റിസ് ശിവരാജൻ പറഞ്ഞു. സരിതയ്ക്ക് എന്തും പറയാൻ അനുവാദം നൽകുന്ന കമ്മീഷൻ മറ്റുള്ളവർക്ക് ഇത് നൽകുന്നില്ല. 14 മണിക്കൂർ മുഖ്യമന്ത്രിയെ തേജോവധം ചെയ്യുകയായിരുന്നുവെന്നും അഡ്വക്കേറ്റ് ശ്രീകുമാർ ആരോപിച്ചു. എന്നാൽ ഇതത്ര വലിയ കാര്യമല്ലെന്നായിരുന്നു കമ്മീഷന്റെ മറുപടി. തുടർന്ന് കമ്മീഷനും മുഖ്യമന്ത്രിയുടെ അഭിഭാഷകനുമായി വാക്കേറ്റവും ഉണ്ടായി. എല്ലായിടത്തും വന്ന കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരുന്ന സമയം മെനക്കെടുത്തുന്നതായിട്ട് കാര്യങ്ങളിലേക്കൊന്നും വരുന്നില്ല, ആരോപണങ്ങളിലേക്ക് ഇതുവരെ ടച്ച് ചെയ്തിട്ടില്ല. അപ്പോൾ പഴയ കുറേ കേസുകളുടെ പശ്ചാത്തലങ്ങളിൽ മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്യുന്നതായി തോന്നിയതുകൊണ്ടാണ് എൻ്റെ അഭിഭാഷകരായ സി.ഡി. ജോൺ. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, വൈദ്യമന്ത്രി ആര്യാടൻ മുഹമ്മദ് എന്നിവരുമായി തനിക്ക് അടുത്ത ബന്ധമുണ്ടായിരുന്നുവെന്ന് നേരത്തെ നൽകിയ മൊഴി ക്രോസ് വിസ്താരത്തിലും സരിത ആവർത്തിച്ചു. ജിക്കുമോൻ, ടെന്നി ജോപ്പൻ, സലിംരാജ് തുടങ്ങിയവരെ ഫോൺ വിളിച്ചത് മുഖ്യമന്ത്രിയോട് സംസാരിക്കാനുമായിരുന്നുവെന്ന് സരിത പറഞ്ഞു. അതേസമയം സോളാർ കേസുമായി ബന്ധപ്പെട്ട് കേരള പോലീസ് അസോസിയേഷനെതിരായുള്ള ഗൂഢാലോചന കണ്ടെത്തുന്നതിനായി മുൻ ഭാരവാഹികളുടെ കോൾ രജിസ്റ്റർ പരിശോധിക്കണമെന്ന ആവശ്യം കമ്മീഷൻ തള്ളി. അസോസിയേഷൻ സെക്രട്ടറിയുടെ വിസ്താരം 15-ന് നടക്കും. റിപ്പോർട്ടർ, കൊച്ചി.